മകളെ, ജെറുസലേം വചന കൂടാരത്തിൽ നിന്നും 3 മിനിറ്റ് പ്രാർത്ഥനയ്ക്ക് ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലൊക്കെ വിശുദ്ധന്മാരുടെ വലിയ സംരക്ഷണമാണ് ഓരോ ഭവനങ്ങൾക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ വലിയതായിരിക്കുന്ന സ്നേഹം അനുഭവിച്ചവർ, ദൈവത്തിൻ്റെ യേശുവിൻ്റെ പിന്നാലെ കടന്നുപോയ ശിഷ്യന്മാരെ പോലെ കടന്നുപോയവർ, ഇവരൊക്കെ കേൾക്കുമ്പോൾ നമുക്കും അതുപോലെയായിത്തീരാൻ എനിക്കും എന്തുകൊണ്ടൊരു വിശുദ്ധനായിക്കൂടാ എന്ന ചിന്ത നമ്മളെല്ലാവരും ഉദയം ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത് വിശുദ്ധ ഫിലിപ്പ് കുറിച്ചിട്ടാണ്. ആ വിശുദ്ധൻ വലിയ ഒരു സ്നേഹ സാമ്രാജ്യം സൃഷ്ടിച്ചവനാണ്. യേശുവിനെ അത്രമാത്രം സ്നേഹിച്ചവരാണ്. ഇതാ ഒരു വചനം നമുക്ക് കേൾക്കാം. 63 സങ്കീർത്തനം 8 വാക്യം. എൻ്റെ ആത്മാവ് അങ്ങയോട് ഒട്ടിച്ചേർന്നിരിക്കുന്നു, അങ്ങയുടെ വലത്തുകൈ എന്നെ താങ്ങി നിർത്തുന്നു. ഫിലിപ്പിനേരിയുടെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് താങ്ങി പിടിച്ചൊരു ജീവിതമാണ്. ഈശോയുടെ അത്രമാത്രം ഒട്ടിച്ചേർന്നൊരു ജീവിതമാണ്. അത്ഭുത പ്രവർത്തനങ്ങളിലൂടെ ജീവിതകാലത്ത് വിസ്മയങ്ങൾ തീർത്തൊരു വിശുദ്ധനാണ് വിശുദ്ധ ഫിലിപ്പിനേരി. ഒരേ സമയം 2 സ്ഥലത്തായിരിക്കാനുള്ള കൃപ ഈ ദൈവസ്നേഹം കൊണ്ട് ഈ വിശുദ്ധന് ഈശോ സമ്മാനിച്ചു. ഒരു ദിവസം പ്രാർത്ഥനാ വേളയിൽ ഒരു അഗ്നിഗോളം വായിലേക്ക് പ്രവേശിച്ച് ഹൃദയം ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിച്ചു. തൽഫലമായിട്ട് വാരിയെല്ലും വളഞ്ഞു എന്ന്, ഹൃദയം കുറെ പുറത്തേക്ക് തള്ളിയെന്ന്. ഈശോയുടെ സ്നേഹം കൊണ്ട് സംഭവിച്ചതാണ്. മരണം വരെ അപ്രകാരമാണ് ഫിലിപ്പിനേരി ജീവിച്ചത്. ലോകത്തിലെ സ്ഥാനമാനങ്ങളോ പദവിയോ സമ്പത്തിനേക്കാൾ സ്വർഗരാജ്യം മാത്രം മതി എന്ന് പറഞ്ഞ് ജീവിച്ച വിശുദ്ധനാണ് വിശുദ്ധ ഫിലിപ്പിനേരി. നമ്മുടെ ലക്ഷ്യവും സ്വർഗത്തിൽ നിന്ന് മാറ്റുന്ന എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടോ? സ്വർഗം ലക്ഷ്യമാക്കിയിട്ടാണോ നമ്മുടെ മക്കൾ വളരുന്നത്, നമ്മുടെ കുടുംബം അനുയാത്ര ചെയ്യുന്നത്? വീണ്ടും ഫിലിപ്പിനേരി പറയുകയാണ്, വീണവരോടുള്ള സഹാനുഭൂതിയാണ് സ്വയം വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗം. മനസ്സിലായോ പ്രിയപ്പെട്ടവരെ? വീണവരോടുള്ള സഹാനുഭൂതിയാണ് സ്വയം വീഴുന്നതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം. ഇന്നും വിശുദ്ധ ഫിലിപ്പിനേരിയുടെ ശരീരം അഴുകാതെ ഇരിക്കുകയാണ്. ഫിലിപ്പിനേരിക്ക് വിശുദ്ധന്മാരോട് വലിയ അടുപ്പമായിരുന്നു. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള, കമീലസ്, ഇങ്ങനെ തുടങ്ങിയ വിശുദ്ധരുമായിട്ടാണ് വിശുദ്ധ ഫിലിപ്പിനേരിയുടെ കൂട്ടായ്മ. നമ്മുടെ കുടുംബ സുഹൃത്തുക്കൾ ആരാണ്? നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണ്? നല്ലതിനെ തിരഞ്ഞെടുക്കാനും തിന്മയെ മാറ്റി നിർത്താനുള്ള കൃപ ഫിലിപ്പിനേരി പുണ്യവാൻ നമുക്കും തരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി നാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ രാത്രിയിൽ ഫിലിപ്പിനേരി നമ്മുടെ വീട്ടിലേക്കും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്കും കടന്നു വരട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.